പശ്ചിമേഷ്യൻ മേഖലയിൽ ഇതിനകം തന്നെ ദുർബലമായ വെടിനിർത്തൽ കൂടുതൽ സങ്കീർണമാക്കുവാൻ അമേരിക്കയുടെ സമീപകാല സൈനിക നടപടികൾക്ക് കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകി ചൈന അമേരിക്കയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇതിനകം ദുർബലമായ വെടിനിർത്തൽ കൂടുതൽ അസ്ഥിരപ്പെടുത്താൻ ഇത് കാരണമാകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ ഉപരോധിക്കാനുള്ള യുഎസ് നീക്കം സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കുക ചെയ്യുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം യുഎസ് സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ലക്ഷ്യമിട്ടുള്ള ഉപരോധ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇത് പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇതിനകം ദുർബലമായ വെടിനിർത്തൽ കരാറിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒരു 4 പോയിന്റ് നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയുടെ അഭിപ്രായത്തിൽ സമാധാനപരമായ സഹവർത്തിത്വം, ദേശീയ പരമാധികാരം, അന്താരാഷ്ട്ര നിയമവാഴ്ച, വികസനത്തിന്റെയും സുരക്ഷയുടെയും ഏകോപനം എന്നീ തത്വങ്ങൾ പാലിക്കുന്നതാണ് നിർദ്ദേശം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ബീജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഷീ ഈ നിർദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇറാനുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗിനെ ലക്ഷ്യമിട്ട് യുഎസ് ഉപരോധം തുടരുന്നുണ്ടെങ്കിലും മലാവിയുടെ പതാകയുള്ള ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയതായി CNN ഉദ്ധരിച്ച മറൈൻ ട്രാഫിക് ഡേറ്റയിൽ പറയുന്നുണ്ടായിരുന്നു. ഷാങ്ഹായ് ഷുവാൻറൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഫുൾ സ്റ്റാർ ഷിപ്പിംഗ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിച്ച് സ്റ്റാറി എന്ന് തിരിച്ചറിഞ്ഞ ഈ കപ്പൽ ഇറാനുമായുള്ള ബന്ധം ആരോപിച്ച് 2023 മുതൽ യുഎസ് ഉപരോധങ്ങൾക്ക് വിധേയമാണ്. മറൈൻ ട്രാഫിക് ഡേറ്റ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തതുപോലെ കപ്പൽ മുൻപ് 2023 ഏപ്രിൽ വരെ ഹോങ്കോങ് പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിച്ചത്. മറൈൻ ട്രാഫിക് പറയുന്നതനുസരിച്ച് തിങ്കളാഴ്ച ഉച്ചയോടെ UTC കടലിടുക്കിലൂടെ കടക്കാൻ ടാങ്കർ ആദ്യം ശ്രമിച്ചെങ്കിലും വൈകുന്നേരം രണ്ടാമത്തെ ശ്രമം നടത്തുന്നതിന് മുൻപ് ഇറാനിലെ ഖേഷം ദ്വീപിന് സമീപം അല്പനേരം പിന്നോട്ട് മാറി. ചൊവ്വാഴ്ച പുലർച്ചെ UTC ആയപ്പോഴേക്കും അത് വിജയകരമായി ജലപാതയിലൂടെ കടന്നുപോയതായി കാണപ്പെട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ഇറാന്റെ തുറമുഖങ്ങളുടെ സമുദ്ര ഉപരോധത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കണും 11 ഡിസ്ട്രോയറുകളും ഉൾപ്പെടെ പശ്ചിമേഷ്യൻ മേഖലയിൽ കുറഞ്ഞത് 15 കപ്പലുകളുടെ സാന്നിധ്യം US നാവികസേന നിലനിർത്തുന്നുണ്ടെന്നും CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിനായി ഏതൊക്കെ പ്രത്യേക കപ്പലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നോ നിയുക്തമാക്കിയിരിക്കുന്നതെന്നോ വ്യക്തമല്ല. കാരണം മുൻകാല വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് US സെൻട്രൽ കമാൻഡിന്റെ പ്രവർത്തന മേഖലയിലുടനീളം നാവിക ആസ്തികൾ വ്യാപകമായി ചിതറിക്കിടക്കുന്നു എന്നാണ്. വാരാന്ത്യത്തിൽ പാകിസ്ഥാനിൽ നടന്ന മാരത്തൺ ചർച്ചകൾ ഒരു കരാറിലും എത്താത്തതിനെ തുടർന്ന് US പ്രസിഡന്റ് ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.